അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജന ശലാകയ ചക്ഷുരുന്മീലിതം ഏന തസ്മൈ ശ്രീ ഗുരവേ നമഃ. അജ്ഞാനമാകുന്ന തിമിരത്തെ മാറ്റി ജ്ഞാനമാകുന്ന ദീപശിഖ കൊണ്ട് നേത്രങ്ങൾ തുറന്നു തന്ന ആചാര്യനെ വന്ദിച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കുകയാണ്. എൻ്റെ പേര് അരവിന്ദ് നാഞ്ചല്ലൂർ. നമ്മൾ ഗുരുവായൂർ ദേവസ്വം സ്പെഷ്യൽ ടോപ്പിക് അല്ലേ, നമ്മുടെ ഗുരുവായൂർ ദേവസ്വത്തിൽ ഇപ്പോൾ ഈ പറയുന്ന നമ്മൾ ഏവരും കാത്തിരുന്ന ഒരുപാട് തസ്തികകൾ ഇപ്പോൾ നമുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും അതിൽ നമുക്ക് വളരെ വിലപ്പെട്ട മാർക്ക് സ്കോർ ചെയ്യേണ്ട ഒരു വിഭാഗമാണ് ഇത് സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും നിത്യേന നമ്മുടെ നിത്യജീവിതത്തിൽ ആചരിച്ചു പോകുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഗുരുപരമ്പരകളിൽ നിന്നൊക്കെ നമ്മൾ കേട്ട് മനസ്സിലാക്കിയിട്ടുള്ള, അല്ലെങ്കിൽ നിത്യേന നമ്മുടെ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ വിളക്ക് കൊളുത്തി നമ്മളൊക്കെ പാരായണം ചെയ്യുന്ന ഗ്രന്ഥങ്ങളും നമ്മുടെ സംസ്കാരത്തിൽ നിന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് ഏതിൽ വരുന്നത്, നമ്മൾ ഈ പറയുന്ന നമ്മളുടെ സ്പെഷ്യൽ ടോപ്പിക്കിലേക്ക് വരുന്നത് അല്ലേ. നമ്മുടെ വിവിധങ്ങളായിട്ടുള്ള ക്ഷേത്രങ്ങൾ, അവിടുത്തെ ആചാരങ്ങൾ, മറ്റു ഗ്രന്ഥങ്ങളെല്ലാം അല്ലേ, ഒരുപക്ഷെ നിങ്ങൾക്ക് ഏവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കാം. അത് നമ്മുടെ ഈ സൂപ്പർ നോട്ട്സിന്റെ ഈ ക്ലാസ്സിലൂടെ എന്ത് ചെയ്യുന്നു, ഞങ്ങൾ കുറച്ചുകൂടെ വിശകലനം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞു തരികയാണ് അല്ലേ. അപ്പോൾ ഏറ്റവും ഭാഗ്യമായിട്ട് കരുതുന്ന ഒരു പോസ്റ്റാണ് നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൽ ഒരു ജോലി കിട്ടുക എന്ന് പറയുന്നത് തന്നെ വളരെ ഭാഗ്യമായിട്ടുള്ള ഗുരുവായൂരപ്പൻ്റെ ഒരു അനുഗ്രഹമാണത്. ആ ഒരു പോസിറ്റീവ് അന്തരീക്ഷത്തിൽ വർക്ക് ചെയ്യാൻ കഴിയുന്നത് തന്നെ നിങ്ങൾ ഏവരെയും സംബന്ധിച്ച് അത് വളരെ ഒരു ഭാഗ്യമായിട്ട് കരുതുക. വളരെ മനോഹരമായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സൂപ്പർ നോട്ട്സിന്റെ ക്ലാസ്സുകളിലൂടെ നിങ്ങൾ പഠിക്കുക. ഈ ജോലിയിൽ നിങ്ങൾക്ക് ഏവർക്കും കയറുവാൻ പറ്റട്ടെ എന്ന് ഭഗവാന്റെ ഗുരുവായൂരപ്പന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ആദ്യം ഒരു ക്ഷേത്രം എന്താണ് എന്ത് ചെയ്യുന്നത് നമ്മൾ നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. എന്താണ് ഒരു ക്ഷേത്രം എന്ന് പറയുന്നത്? ക്ഷതാൽ ത്രായതേ ഇതി ക്ഷേത്രം അല്ലെ. ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് എന്താണ്? ക്ഷതാൽ ത്രായതേ ഇതി ക്ഷേത്രം അല്ലെ. ആ ഒരു നമ്മുടെ ഒരു ഹൈന്ദവ സംസ്കാരം അനുസരിച്ച് നമ്മുടെ എല്ലാ പദങ്ങൾക്കും എന്ത് ചെയ്യുന്നുണ്ട്, വ്യക്തമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ അർത്ഥങ്ങൾ അല്ലെങ്കിൽ വ്യക്തമായിട്ട് ഓരോ ഡെഫിനിഷൻ ഉണ്ട് അല്ലെ. അപ്പൊ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് ക്ഷതാൽ ത്രായതേ ഇതി ക്ഷേത്രം അല്ലെ. ക്ഷതാൽ ത്രായതേ ഇതി ക്ഷേത്രം. ഒന്ന് നോക്കിക്കേ, അതിൽ തന്നെ പറയുന്നുണ്ട് അല്ലെ. ക്ഷതം എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്, വേദന അല്ലെങ്കിൽ ക്ഷീണം അല്ലെങ്കിൽ ദുഃഖം അല്ലെ. ഇങ്ങനെയുള്ള സംവിധാനങ്ങളിൽ നിന്നൊക്കെ നമ്മെ ത്രാണനം ചെയ്യിക്കുന്ന ഒരു സംവിധാനം എന്താണോ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്ഷേത്രം എന്ന് പറയുന്നത് അല്ലെ. അപ്പോ വേദന, ക്ഷീണം, ദുഃഖം എന്നിവയിൽ നിന്ന് നമ്മെ ത്രാണനം ചെയ്യിക്കുന്ന ഒരു സംവിധാനം എന്താണോ അതാണ് എന്ത്, ക്ഷേത്രം എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ഇങ്ങനെ ഡെഫിനിഷൻ ചെയ്യുന്നതാണ് ഇങ്ങനെ പറയുന്നത്, ക്ഷതാൽ ത്രായതേ ഇതി ക്ഷേത്രം അല്ലെ. ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ ഒരു അമ്പലത്തിൽ പോകുന്നതന്നെ എന്തിനാണ്, നമ്മുടെ വിവിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങൾ അല്ലെ, അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകളോ അല്ലെങ്കിൽ രോഗപീഠകളാലൊക്കെ ബുദ്ധിമുട്ടുന്നവർക്ക് വേണ്ടി എന്ത് ചെയ്യുക, പ്രാർത്ഥിക്കുക. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങൾ കൊണ്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ അമ്പലത്തിൽ ചെല്ലുമ്പോൾ എന്ത് ചെയ്യുക, ഒരു ദേവന്റെ മുന്നിൽ എന്ത് ചെയ്യുക, പ്രാർത്ഥിക്കുക അല്ലെ. ചിലപ്പോൾ നമ്മുടെ പരീക്ഷയിൽ ജയിക്കുവാനോ, നല്ലൊരു ജോലി കിട്ടുവാനോ, ഒരു മംഗല്യം നടക്കുവാനോ, അല്ലെങ്കിൽ രോഗപീഠകളിൽ നിന്നൊക്കെ മുക്തി കിട്ടാൻ, അങ്ങനെ പല വിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങളുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മളൊരു അമ്പലത്തിൽ ഒരു ദേവന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുന്നത് അല്ലെ. അപ്പോൾ നമുക്കൊരു വിശ്വാസമുണ്ട് അല്ലെ, ആ ഒരു അമ്പലത്തിൽ കുടികൊള്ളുന്ന ആ ഒരു ഈശ്വര ചൈതന്യം എന്ത് ചെയ്യും, നമുക്ക് അതിൻ്റെതായിട്ടുള്ള അനുഗ്രഹം പ്രദാനം ചെയ്യും എന്നുള്ളൊരു വിശ്വാസം ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഏവരും തന്നെ ക്ഷേത്രത്തിലേക്ക് കടന്നു പോകുന്നത് അല്ലെ. അപ്പൊ അത്തരത്തിലൊരു ക്ഷേത്രത്തെ പറയുന്നത് എങ്ങനെയാണ്, ക്ഷതാൽ ത്രായതേ ഇതി ക്ഷേത്രം അല്ലെ. ഈ പറയുന്ന വേദന, ക്ഷീണം, ദുഃഖം എന്നിവയിൽ നിന്നൊക്കെ നമ്മെ ത്രാണനം ചെയ്യിക്കാൻ കഴിവുള്ള ഒരു സംവിധാനം എന്താണോ അതിനെ എന്തെന്ന് പറയാം, ക്ഷേത്രം എന്ന് പറയാം. ഓക്കെ, അപ്പോ ഒരിക്കൽ കൂടി ക്ഷേത്രം എന്ന് പറയുന്നത് എന്താണ്, ക്ഷതാൽ ത്രായതേ ഇതി ക്ഷേത്രം അല്ലെ. വേദന, ക്ഷീണം, ദുഃഖം എന്നിവയിൽ നിന്നും നമ്മെ ത്രാണനം ചെയ്യിക്കുന്ന ഒരു സംവിധാനം എന്താണോ അതാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഞാൻ ഈ ക്ഷേത്രത്തിന്റെ തൊട്ട് താഴെ അടുത്ത് നമ്മൾ പറയുന്നുണ്ട്, ക്ഷേത്രത്തിന് ഭഗവത്ഗീതയിൽ നൽകിയിരിക്കുന്ന അർത്ഥം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾ ഇത് ഇവിടെ പറയുവാൻ കാരണം, നമ്മുടെ ദേവസ്വം ബോർഡിന്റെ മുൻകാല ചോദ്യ പേപ്പറുകൾ നിങ്ങൾ വിശകലനം ചെയ്യുകയാണ് അല്ലെങ്കിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാൻ പറ്റും, ചോദ്യകർത്താവിന്റെ ഒരു ഇഷ്ടഭാഗമായിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും, നമ്മുടെ ഗ്രന്ഥമായിട്ടുള്ള ഭഗവത്ഗീത കാണാൻ പറ്റും കേട്ടോ. ശ്രീമദ് ഭഗവത്ഗീത കാണാൻ പറ്റും. ഭഗവത്ഗീത റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഈ പറയുന്ന മുൻവർഷ ചോദ്യങ്ങളിൽ പല ഭാഗങ്ങളിലായിട്ട് കടന്നു വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഈ ചോദ്യം എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ KDRBയുടെ ദേവസ്വം സിലബസിൽ എന്ത് ചെയ്യുന്നുണ്ട്, മുൻപ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ക്ഷേത്രത്തിന് ഭഗവത്ഗീതയിൽ നൽകിയിരിക്കുന്ന അർത്ഥം അതാണ് എന്ത്, ശരീരം എന്നാണ് കേട്ടോ. ക്ഷേത്രത്തിന് ഭഗവത്ഗീതയിൽ നൽകിയിരിക്കുന്ന അർത്ഥമാണ് എന്ത്, ശരീരം എന്ന് പറയുന്നത്. നമ്മുടെ 13ാമത്തെ അധ്യായമായ ക്ഷേത്രജ്ഞ വിഭാഗ യോഗം കേട്ടോ. ക്ഷേത്രജ്ഞ വിഭാഗ യോഗത്തിലാണ് എന്ത് പറഞ്ഞിട്ടുള്ളത്, ഈ പറയുന്ന ക്ഷേത്രം ശരീരമാണെന്ന് എന്ത് ചെയ്യുന്നത്, പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായല്ലോ. അതായത് നമ്മുടെ ശ്രീകൃഷ്ണൻ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അർജുനന്റെ വിവിധങ്ങളായിട്ടുള്ള സംശയങ്ങൾ എന്ത് ചെയ്യുക, ദൂരീകരിക്കുന്ന സമയത്ത് നമ്മുടെ അർജുനന് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ് എന്ത്, ഈ പറയുന്ന എന്തുവാണ്, ക്ഷേത്രം ശരീരമാണെന്നും
ഈ ശരീരത്തെ അറിയുന്നവൻ ആരാണോ അവൻ ക്ഷേത്രജ്ഞൻ എന്ന് ആര് പറഞ്ഞു കൊടുക്കുന്നു? ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നു കേട്ടോ. ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രം ഇത്യഭിധീയതേ ഏതി തദ്വിധം പ്രാഹു ക്ഷേത്രജ്ഞ ഇതി തദ്വിധ എന്നതാണ് ഗീതയിലെ ആ 4 വരി ശ്ലോകം. ഓക്കെ, അപ്പോൾ ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രം ഇത്യഭിധീയതേ ഏതി തദ്വിധം പ്രാഹു ക്ഷേത്രജ്ഞ ഇതി തദ്വിധ. അവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ അല്ലെ. നമ്മൾ ഈ പറയുന്ന നമ്മുടെ ഈ കാണുന്ന ശരീരം തന്നെയാണ് എന്ത് ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പൊ ആ ശരീരത്തിനുള്ളിൽ കുടികൊള്ളുന്ന ആ ആത്മാവിനെ അല്ലെ, അതിനെ തിരിച്ചറിയുന്ന ആ ഒരു ആളിനെ തന്നെ എന്ത് നമുക്ക് പറയാം? ക്ഷേത്രജ്ഞൻ എന്ന് പറയാം. നമ്മുടെ ശബരിമലയിലൊക്കെ നമ്മൾ പോകുമ്പോൾ ആ ഒരു വാചകം ഉണ്ടല്ലോ, അന്വർത്ഥമാകുന്ന എങ്ങനെയാണ്? തത് പ്ലസ് ത്വം പ്ലസ് അസി അല്ലെ. തത്വമസി എന്ന് പറയുന്നത് എന്താണ്? ആ കാണുന്നത് നീ തന്നെയാണ്. ആരെയാണോ നീ തേടി എത്തുന്നത് അത് ആര് തന്നെയാണ്? നീ തന്നെയാണെന്നുള്ള ഒരു തിരിച്ചറിവാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ആ ഒരു സംസ്കാരത്തിൽ പഠിപ്പിക്കുന്നത്. ഓക്കെ, അതിവിടെ എന്ത് ചെയ്യുന്നു? നമ്മുടെ അർജുനന് സംശയം ദൂരീകരിച്ചു കൊടുക്കുകയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. ഓക്കെ, അപ്പോൾ അധ്യായം 13-ാമത്തെ അധ്യായത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? ക്ഷേത്രജ്ഞ വിഭാഗ യോഗത്തിൽ ഭഗവാൻ ഇങ്ങനെ പറയുന്നുണ്ട്. എങ്ങനെയാണ്? ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രം ഇത്യഭിധീയതേ ഏതി തദ്വിധം പ്രാഹു ക്ഷേത്രജ്ഞ ഇതി തദ്വിധ. എന്തുവാണ് അത് പറയുന്നത്? ഇത്രയേ ഉള്ളൂ. എന്തുവാണ്? ഈ ശരീരമാകുന്ന അല്ലെ, ഈ ശരീരമാകുന്ന ക്ഷേത്രം അല്ലെ, ആ ക്ഷേത്രത്തെ അറിയുന്നവൻ ആരോ അവൻ ആരാണ്? ക്ഷേത്രജ്ഞൻ എന്ന് ആര് പറയുന്നു? ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞു കൊടുക്കുന്നു. ഓക്കെ, അപ്പോ മുൻകാലങ്ങളിൽ ഇങ്ങനെ ഒരു ചോദ്യം വന്നു അല്ലെ, ക്ഷേത്രത്തിന് ഭഗവത്ഗീതയിൽ നൽകിയിരിക്കുന്ന അർത്ഥം ശരീരമാണെന്നൊരു ചോദ്യം വന്നതുപോലെ തന്നെ ഇത് ഏത് അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ടും ആൻസർ ചെയ്യേണ്ടത് എങ്ങനെയാണ്? അധ്യായം 13. അധ്യായത്തിന്റെ പേര് ഇത്രയേ ഉള്ളൂ. ഏതാണ്? ക്ഷേത്രജ്ഞ വിഭാഗ യോഗം അല്ലെ. നിങ്ങളൊക്കെ ശ്രീമദ് ഭഗവത്ഗീതയൊക്കെ വായിക്കുന്നവരാകാം. തീർച്ചയായിട്ടും എന്ത് ചെയ്യുക? അഥവാ വായിക്കാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഭഗവത്ഗീതയിലെ ഈ അധ്യായങ്ങളൊക്കെ എന്ത് ചെയ്യുക? ഒന്ന് തുറന്നൊന്ന് എന്ത് ചെയ്യുക? വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു ഒരു ക്ഷേത്രം എന്താണെന്ന് പറഞ്ഞു അല്ലെ. ക്ഷതാൽ ത്രായതേ ഇത് ക്ഷേത്രമാണെന്ന് പറഞ്ഞു. പിന്നെ ഈ ക്ഷേത്രത്തിന് ഭഗവത്ഗീതയിൽ നൽകിയിരിക്കുന്ന അർത്ഥം ശരീരമാണെന്ന് എന്ത് ചെയ്തു? നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അത് ആരാർക്ക് പറയുന്നു എന്ന് പറയുമ്പോൾ ശ്രീകൃഷ്ണൻ ആർക്ക് പറഞ്ഞു കൊടുക്കുന്നു? നമ്മുടെ ഈ പറയുന്ന അർജുനന് പറഞ്ഞു കൊടുക്കുന്നു എന്ന് പറഞ്ഞു അല്ലെ. ഇനി നമുക്ക് ആ ഒരു ശ്രീമദ് ഭഗവത്ഗീതയെ കുറിച്ച് എന്ത് ചെയ്യാം? കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യാം? നമുക്ക് മനസ്സിലാക്കാം. ഉറപ്പായിട്ടും നമ്മൾ ആ പറയുന്ന ചോദ്യങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ ഭഗവത്ഗീതയുമായിട്ട് അല്ലെ ഗ്രന്ഥപരിചയം അല്ലെ, നമ്മുടെ സിലബസിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഗ്രന്ഥങ്ങൾ എന്നൊക്കെ. അപ്പൊ ആ പറയുന്ന ഭഗവത്ഗീത എന്ന ഗ്രന്ഥത്തെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ എന്ത് ചെയ്യാം? നമുക്ക് ഈ ക്ലാസ്സിൽ മനസ്സിലാക്കി പോകാം. ഓക്കെ, അപ്പോ ഈ പറയുന്ന ശ്രീമദ് ഭഗവത്ഗീത അല്ലെ, എന്താണ്? ഈ ഭഗവത്ഗീത എന്ന് പറയുന്ന ആ ഒരു വാക്കിന് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു അർത്ഥമുണ്ട് കേട്ടോ. ഗായതേ ഇതി ഗീത കേട്ടോ. അപ്പോ ഗായതേ ഇതി ഗീത എന്നാണ് എന്ത് പറയുന്നത്? നമ്മുടെ ഈ പറയുന്ന ഭഗവത്ഗീതയുടെ അർത്ഥം എന്ന് പറയുന്നത് ഗായതേ ഇതി ഗീത. എന്താണ്? പാടി പുകഴ്ത്തപ്പെട്ടതെന്നാണ് പറയുന്നത് കേട്ടോ. അത്രമേൽ പാടി പുകഴ്ത്തപ്പെട്ടത്. ഓക്കെ, അപ്പൊ ഒരിക്കൽ കൂടെ നമ്മുടെ ഗീതയെ പറയുന്ന അർത്ഥം എങ്ങനെയാണ്? ഗായതേ ഇതി ഗീത അല്ലെ. എന്തുവാണ്? പാടി പുകഴ്ത്തപ്പെട്ടത് എന്നാണ് എന്തിന്റെ അർത്ഥം പറയുന്നത്? ഗീത എന്നുള്ള വാക്കിന്റെ അർത്ഥം പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ എല്ലാ വാക്കുകൾക്കും എന്തുണ്ട്? വ്യക്തമായിട്ടുള്ള അർത്ഥങ്ങൾ പറയുന്നുണ്ട് അല്ലെ. നമ്മുടെ ഈ പറയുന്ന ഗുരുവായൂരപ്പന്റെ അല്ലെ മറ്റൊരു പേരാണ് എന്ത്? നമ്മുടെ ഈ പറയുന്ന വിഷ്ണു എന്ന് പറയുന്ന അല്ലെ, അല്ലെങ്കിൽ ഹരി എന്നൊക്കെ പറയുന്നത്. ഇതിനൊക്കെ വിഷ്ണു എന്നാൽ വ്യാപനശീലൻ എന്നാണ്. ഹരി എന്നാൽ ഹരിർ ഹരതി പാവാനി, പാപങ്ങളെ ഇല്ലാതാക്കുന്നവൻ ആരോ അവനാണ് എന്ത്? ഹരി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മഹാവിഷ്ണുവിന്റെ വിവിധ പേരുകളാണ്. അപ്പൊ ഇതിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? വ്യക്തമായിട്ട് അർത്ഥങ്ങൾ പറയുന്നത് പോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന ഭഗവത്ഗീതയിലെ ഗീത എന്ന വാക്കിനും പറയുന്ന അർത്ഥം എങ്ങനെയാണ്? ഗായത്തെ ഇതി ഗീത, പാടി പുകഴ്ത്തപ്പെട്ടത് അല്ലെ. കാലാകാലങ്ങളായിട്ട് എന്ത് ചെയ്യുന്നു അല്ലെ, നമ്മുടെ ആ ഒരു വേദവ്യാസ ഋഷിയിൽ നിന്നും നമുക്ക് ലഭിച്ച് അതെന്ത് ചെയ്യുന്ന കാലങ്ങളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പാടി പുകഴ്ത്തപ്പെടുന്ന ഒരു ഗ്രന്ഥമാണ് ഇത്, ഈ പറയുന്ന ഗീത. അപ്പോ ഗീത എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഗായത്തെ ഇതി ഗീത. ഇനി നോക്കണേ, എത്ര അധ്യായങ്ങൾ ഉണ്ടെന്ന് എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട് അല്ലെ. ശ്രീമദ് ഭഗവത്ഗീതയിൽ 18 അധ്യായങ്ങളുണ്ട് കേട്ടോ. എത്ര അധ്യായങ്ങളുണ്ട്? 18 അധ്യായങ്ങളുണ്ട് അല്ലെ. അപ്പോ നിങ്ങൾ വായിച്ചിട്ടുള്ളവരാണെങ്കിൽ അറിയാലോ, അതിന്റെ ആ ഒരു ധ്യാന ശ്ലോകമൊക്കെ വളരെ മനോഹരമായിട്ട് അല്ലെ. പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനെ മധ്യേ മഹാഭാരതം അദ്വൈത അമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അമ്പത്വാമനുസന്തതാമി ഭഗവത്ഗീതയെ ഭവദ്ദേശിണീം. ആദ്യത്തെ ധ്യാന ശ്ലോകമാണ് കേട്ടോ. അതായത് ഭഗവത്ഗീത നമ്മൾ വായിക്കാൻ ആരംഭിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യുന്നുണ്ട്? വിധങ്ങളായിട്ടുള്ള ധ്യാന ശ്ലോകങ്ങൾ നമ്മൾ ജപിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? 1-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുന്നത് അല്ലെ. അപ്പൊ അതിലെ ആദ്യത്തെ ധ്യാന ശ്ലോകമാണ് ഈ പറയുന്നത് അല്ലെ. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണ മുനിന മധ്യേ മഹാഭാരതം അദ്വൈത അമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അമ്പത്വാമനുസന്തതാമി ഭഗവത്ഗീതേ
ഭവദ്വേഷിണി അല്ലെ, അതായത് ശ്രീമൻ നാരായണൻ കുടികൊള്ളുന്ന അല്ലെ, നമ്മുടെ വേദവ്യാസ മഹർഷി മഹാഭാരതത്തിനകത്ത് കോർത്തിണക്കി വെച്ചിട്ടുള്ള അല്ലെ അത്തരത്തിലുള്ള ആ ഒരു ഗീത അല്ലെ, ആ ഒരു അമ്മ എന്ത് ചെയ്യുന്നു, നമ്മൾ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യത്തെ ആ ഒരു ധ്യാന ശ്ലോകം എന്ത് ചെയ്യുന്നത്, നമ്മൾ ജപിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നത് കേട്ടോ. അപ്പോ ആ ഒരു നമ്മുടെ ധ്യാന ശ്ലോകത്തിലും പറയുന്നുണ്ട് അഷ്ടാദശാധ്യായിനിയും അല്ലേ, അഷ്ടാദശം എന്ന് പറയുമ്പോൾ എത്രയാണ്, 18 അധ്യായങ്ങളുണ്ട് കേട്ടോ. അപ്പൊ ആ പറയുന്ന ധ്യാന ശ്ലോകത്തിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ വ്യക്തമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. നമുക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ എന്ത് ചെയ്യുക, ഒന്നുകൂടി എന്റെ പ്രിയപ്പെട്ടവർ എന്ത് ചെയ്യുക, മനസ്സിൽ കുറിച്ചിടുക. ഗീതയിൽ എത്ര അധ്യായങ്ങളുണ്ട്, 18 അധ്യായങ്ങളുണ്ട്. ഓക്കെ, അപ്പോ 18 അധ്യായങ്ങളുള്ള ഒരു ഗ്രന്ഥമാണ് എന്ത്, ശ്രീമദ് ഭഗവത്ഗീത. ഈ പറയുന്ന ഭഗവത്ഗീതയിലെ ശ്ലോക സംഖ്യകളുടെ എണ്ണം എത്രയാണ്, 700 കേട്ടോ. ശ്ലോക സംഖ്യകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, 700. പിന്നെ ചില ഗീതകൾ എന്ത് ചെയ്യുന്നുണ്ട്, 701 എന്ന് കാണുന്നുണ്ട്. നമ്മൾ ഈ പറയുന്ന ക്ഷേത്ര വിഭാഗത്തിൽ എങ്ങാണ്ടാണ് നമ്മുടെ അർജുനന്റെ ഒരു 4 വരി ശ്ലോകം എല്ലാ ഗീതയിലും കാണുന്നില്ല. അതുകൂടി ഉൾപ്പെടുത്തി വന്നു കഴിഞ്ഞാൽ 701. ബാക്കി അതിൽ ബാക്കി മിക്ക ഭഗവത്ഗീതകളിലും എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ഭഗവാന് ഈ പറയുന്ന ഒരു ശ്ലോകം മുതലാണ് തുടങ്ങുന്നത്. അപ്പോൾ അതിൽ അങ്ങനെ അത് ഒഴിവാക്കുകയാണെങ്കിൽ എത്ര, 700 എന്ത് ചെയ്യുന്നത്, ശ്ലോക സംഖ്യയായിട്ട് കണക്കാക്കുന്നത് കേട്ടോ. അപ്പൊ എത്ര അധ്യായങ്ങളുണ്ട്, 18 അധ്യായങ്ങളുണ്ട് കേട്ടോ. ശ്രീമദ് ഭഗവത്ഗീതയിൽ 18 അധ്യായങ്ങളുണ്ട്. ഗായതേ ഇത് ഗീത എന്നാണ് എന്ത്, ഭഗവത്ഗീതയുടെ അല്ലെ, ഗീത എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ പഠിച്ചത് പാടി പുകഴ്ത്തപ്പെട്ടത് അല്ലെ, പാടി പുകഴ്ത്തപ്പെട്ടത് എന്നാണ് ആരറിയപ്പെടുന്നത്, ഭഗവത്ഗീത അറിയപ്പെടുന്നത്. എത്ര അധ്യായങ്ങളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 18 അധ്യായങ്ങളുണ്ട്. എത്ര ശ്ലോകങ്ങളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 700 ശ്ലോകങ്ങളുണ്ട്. ഓക്കെ, ഇനി നോക്കിക്കോളൂ, രചിച്ചത് ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആരാണ്, വേദവ്യാസനാണ് അല്ലെ. ശ്രീ വേദവ്യാസനാണ് ആര് ചെയ്യുന്നത്, എന്ത് ചെയ്തിട്ടുള്ളത്, ശ്രീമദ് ഭഗവത്ഗീത രചിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും നമ്മൾ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ അല്ലെ, ക്ഷേത്രം ശരീരമാണെന്ന് പറഞ്ഞു അല്ലെ, ക്ഷേത്രം എന്താണെന്ന് പറഞ്ഞു. അപ്പൊ ആ പറയുന്ന ഭഗവത്ഗീതയിലൊക്കെ പറയുന്നത് കൊണ്ടും ചോദ്യത്തിൽ ഒരുപാട് കണ്ടുവരുന്നതുകൊണ്ട് നമ്മൾ കണക്ഷൻ പഠിക്കുന്നത് പോലെ തന്നെ ഇവിടെ ശ്രീ വേദവ്യാസനെ പറയുമ്പോൾ എന്ത് ചെയ്യണം, 1-2 പോയിന്റുകൾ എന്ത് ചെയ്യുക, നമ്മൾ മനസ്സിലാക്കി പോകേണ്ടതായിട്ടുണ്ട് അല്ലെ. വേദവ്യാസന്റെ കറക്റ്റ് ആയിട്ടുള്ള പേരെന്താണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ്, കൃഷ്ണ ദ്വൈപായനൻ അല്ലെ. എന്താണ്, കൃഷ്ണ ദ്വൈപായനൻ അല്ലെ. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ പേര് കിട്ടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കറുത്ത നിറത്തോടു കൂടി ദ്വീപിൽ ജനിച്ചത് കൊണ്ടാണ് എന്ത്, അദ്ദേഹത്തിന് ആ പേര് കിട്ടിയത് അല്ലെ. അപ്പൊ കൃഷ്ണ എന്ന വാക്കിന്റെ അർത്ഥം കറുത്ത നിറത്തോടു കൂടിയാണ് എന്നാണ് കേട്ടോ. നമ്മുടെ ഭഗവാൻ കൃഷ്ണനും എന്ത് തന്നെയാണ്, കാർമേഘ വർണ്ണൻ എന്നാണ് അല്ലെ. നമ്മൾ ഈ പറയുന്ന പടങ്ങളിലൊക്കെ നമ്മൾ വളരെ ഭംഗിയായിട്ട് കാണാം, അത് നമ്മുടെ ആ ഒരു മനസ്സിന്റെ ആ ഒരു ഇതുപോലെയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നു, കാർമേഘ വർണ്ണൻ എന്നാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ കൃഷ്ണനെ പറയുന്നത് കറുത്ത നിറത്തോടു കൂടിയവൻ എന്നാണ് കേട്ടോ. അപ്പൊ കറുത്ത നിറത്തോടു കൂടി ദ്വീപിൽ ജനിച്ചത് കൊണ്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ വേദവ്യാസ മഹർഷിയുടെ പേര് എന്തായിരുന്നു, കൃഷ്ണ ദ്വൈപായനൻ എന്നായിരുന്നു അല്ലെ. പിന്നെ നമ്മൾ പറയുന്ന നമ്മുടെ 4 വേദങ്ങളുണ്ട് അല്ലെ. ഏതൊക്കെയാണ്, ഋഗ്വേദം, യജുർവേദം, സാമവേദം, പിന്നെയോ അഥർവവേദം അല്ലെ. അപ്പൊ ഈ പറയുന്ന 4 വേദങ്ങളെ പകുത്തത് കൊണ്ടാണ് എന്ത് ചെയ്തത്, ശ്രീ വേദവ്യാസ മഹർഷിക്ക് എന്ത് കിട്ടിയത്, വേദവ്യാസൻ എന്നുള്ള പേര് കിട്ടിയത്. ഓക്കെ ആണോ കൂട്ടുകാരെ? അപ്പോ 4 വേദങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. ഋഗ്വേദമുണ്ട്, യജുർവേദമുണ്ട്, സാമവേദമുണ്ട്, അഥർവവേദമുണ്ട്. ഈ വേദങ്ങളെ പകുത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന് എന്ത് പേര് കിട്ടുന്നത്, വേദവ്യാസൻ എന്ന പേര് കിട്ടുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന പേര് ഏത് തന്നെയാണ്, ശ്രീ വേദവ്യാസ മഹർഷി എന്നാണ് അല്ലെ. അപ്പോൾ അദ്ദേഹത്തിന്റെ പേര് ആദ്യത്തെ പേരെന്താണ്, കൃഷ്ണദ്വൈപായനൻ. കറുത്ത നിറത്തിൽ എവിടെ ജനിക്കുന്നു, അദ്ദേഹം ഒരു ദ്വീപിൽ ജനിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന്റെ പേര് എന്തായി മാറുന്നു, കൃഷ്ണദ്വൈപായനൻ ആയി മാറുന്നു. പിൽക്കാലത്തോ അദ്ദേഹം വേദങ്ങളെ പകുത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ പേര് എന്തായി മാറുന്നു, വേദവ്യാസൻ എന്ന് നമ്മൾ പഠിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ശ്രീമദ് ഭഗവത്ഗീത രചിച്ചത് ആരാണെന്ന് പറഞ്ഞു, വേദവ്യാസനാണെന്ന് പറഞ്ഞു അല്ലെ. ശ്രീമദ് ഭഗവത്ഗീത രചിച്ചത് വേദവ്യാസനാണെന്ന് പറഞ്ഞു. ഇനി നോക്കണേ, നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞ ധ്യാന ശ്ലോകത്തിൽ ഞാൻ പറഞ്ഞു അല്ലെ, അവിടെ ആ ഒരു പറയുന്നുണ്ട്, എന്ത് ചെയ്യുന്നു, മഹാഭാരതത്തിനകത്തായിട്ട് കോർത്തിണക്കി വെച്ചിട്ടുള്ള ഒന്നാണ് എന്ത്, ഗീത എന്ന് പറയുന്നത് അല്ലെ. അത് വളരെ വ്യക്തമായിട്ട് നമ്മുടെ ആ ഒരു 1-ാമത്തെ ധ്യാന ശ്ലോകത്തിൽ പറയുന്നത് പോലെ തന്നെ നമ്മുടെ ഈ ഭഗവത്ഗീത ഉൾക്കൊള്ളുന്ന ഗ്രന്ഥമാണ് ഏത്, മഹാഭാരതം. ഓക്കെ, അപ്പോ ഭഗവത്ഗീത ഉൾക്കൊള്ളുന്ന ഗ്രന്ഥമാണ് ഏതാ, മഹാഭാരതം. ഈ മഹാഭാരതത്തിലെ ഭീഷ്മപർവം എന്ന് പറഞ്ഞിട്ട് എന്തുണ്ട്, ഒരു പർവ്വമുണ്ട് കേട്ടോ. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ടാണ് ഈ പർവ്വം എന്ന് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മഹാഭാരതത്തിലെ ഓരോ അധ്യായങ്ങളെയും നമ്മൾ അധ്യായങ്ങൾക്ക് പകരം പറയുന്ന പേരാണ് എന്ത്, പർവ്വങ്ങൾ. ഓക്കെ, അപ്പോ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. മഹാഭാരതത്തിൽ അധ്യായങ്ങൾക്ക് പറയുന്ന പേരാണ് എന്ത്, പർവ്വങ്ങൾ. ഓക്കെ, നമുക്കറിയാം നമ്മുടെ എന്തുവാണ്, നമ്മുടെ രാമായണത്തിൽ എന്താ പറയാ അല്ലെ, കാണ്ഡങ്ങൾ എന്ന് പറയാറുണ്ട് അല്ലെ. രാമായണത്തിൽ അധ്യായങ്ങൾ എന്തെന്ന് നമ്മൾ പറയും, കാണ്ഡങ്ങൾ എന്ന് പറയും. അതുപോലെ തന്നെ ശ്രീ മഹാഭാരതത്തിൽ അല്ലെ, മഹാഭാരതത്തിൽ അധ്യായങ്ങൾക്ക് പറയുന്ന പേരാണ് എന്ത്, പർവ്വങ്ങൾ.
അപ്പോ ശ്രീമദ് ഭഗവത്ഗീത ഉൾക്കൊള്ളുന്ന അല്ലെ ആ പർവം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മഹാഭാരതത്തിലെ ഏതാണ്? ഭീഷ്മ പർവമാണ്. ഓക്കെ അല്ലേ കൂട്ടുകാരെ? അപ്പോ ശ്രീമദ് ഭഗവത്ഗീത ഉൾക്കൊള്ളുന്ന, രചിച്ചത് ശ്രീ വേദവ്യാസനാണെന്ന് പറഞ്ഞു. ഭഗവത്ഗീത ഉൾക്കൊള്ളുന്ന ഗ്രന്ഥമാണ് ഏത്? മഹാഭാരതം. മഹാഭാരതത്തിനുള്ളിലെ ഭീഷ്മ പർവത്തിലാണ് എന്ത് ചെയ്യുന്നത്? ശ്രീമദ് ഭഗവത്ഗീത എടുത്തിട്ടുള്ളത്. 24 മുതൽ 42 അധ്യായങ്ങളിലായിട്ട് എന്ത് ചെയ്യുന്നു? നമ്മുടെ ഈ പറയുന്ന ഭഗവത്ഗീത വ്യാപിച്ചു കിടക്കുന്നു. ഓക്കെ അല്ലേ? അപ്പോ ഗീത ഗായതേ ഇതി ഗീത അല്ലെ, പാടിപ്പുകഴ്ത്തപ്പെട്ട ഗീത എന്ന് നമ്മൾ പറഞ്ഞു. അഷ്ടാദശാധ്യായിനി എന്ന് പറഞ്ഞു അല്ലെ, 18 അധ്യായങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. വേദവ്യാസനാണ് രചിച്ചതെന്ന് പറഞ്ഞു. പിന്നെയോ ഇത് ഉൾക്കൊള്ളുന്നത് ശ്രീ മഹാഭാരതത്തിലെ ഏതിലാണ്? ഭീഷ്മ പർവത്തിലാണ്. അവിടെ നമ്മൾ എടുത്തു പറയുന്നു പർവങ്ങൾ എന്ന് പറയുന്നത് മഹാഭാരതത്തിലെ അധ്യായങ്ങൾക്ക് പറയുന്ന പേരാണ് നമ്മൾ പറഞ്ഞു. അതിലോ 24 മുതൽ 42 വരെ അധ്യായങ്ങൾക്കുള്ളിലാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ശ്രീമദ് ഭഗവത്ഗീത ഉൾക്കൊള്ളുന്നത്. ഓക്കെ അല്ലേ? ഇനി നമുക്കറിയാം ആർക്ക് ഉപദേശിച്ചു കൊടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെ, ശ്രീകൃഷ്ണൻ അർജുനൻ ഉപദേശിച്ചു കൊടുക്കുന്നു അല്ലെ. സോ ബന്ധുക്കളാണ് തന്റെ മുന്നിൽ എന്ത് ചെയ്യുന്നത്? കുരുക്ഷേത്രമാകുന്ന യുദ്ധഭൂമിയിൽ യുദ്ധം ചെയ്യാൻ നിൽക്കുന്നത് ആരൊക്കെയാണ്? സ്വന്തം മറ്റു പുറത്തു നിന്ന ശത്രുക്കളോ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യത്തു നിന്നും അങ്ങനെയുള്ള ആൾക്കാർ ആരുമല്ല. സ്വന്തം എന്താണ് അല്ലെ, നമ്മൾ വലിയച്ഛൻ കൊച്ചനും ചെറിയച്ഛൻ വലിയച്ഛൻ എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെയുള്ള രണ്ടുപേരുടെ മക്കൾ തമ്മിലാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ യുദ്ധം നടക്കാൻ പോകുന്നത് അല്ലെ. അങ്ങനെ ആശയക്കുഴപ്പത്തിലായി പോവുകയാണ് നമ്മുടെ അർജുനൻ. നീതിയും അനീതിയും തമ്മിൽ അല്ലെ, അല്ലെങ്കിൽ ധർമ്മവും അധർമ്മവും തമ്മിൽ യുദ്ധം നടക്കാൻ പോകുന്നു. അപ്പൊ എന്ത് ചെയ്യാണ്? ധർമ്മത്തിന്റെ പക്ഷത്തിലുള്ള അർജുനൻ എന്ത് ചെയ്യുകയാണ്? ആശയക്കുഴപ്പത്തിലായിട്ട് യുദ്ധം ചെയ്യാൻ പറ്റാതെ എന്ത് ചെയ്യുക? കുഴങ്ങി പോവുകയാണ് അല്ലെ. അപ്പൊ അർജുനന്റെ തേരാളി ആരാണ്? സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനാണ് അല്ലെ. അർജുനന്റെ തേരാളി ആരാണ്? സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനാണ്. അപ്പോൾ വിവിധങ്ങളായിട്ടുള്ള അർജുനന്റെ സംശയങ്ങൾക്ക് ആര് മറുപടി കൊടുക്കുന്നു? നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാൻ എന്ത് ചെയ്യുന്നു? മറുപടി നൽകുന്നു. ഓക്കെ, അപ്പോ ആർക്ക് ഉപദേശിച്ചു കൊടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീകൃഷ്ണൻ ആർക്ക് ഉപദേശിച്ചു കൊടുക്കുന്നു? അർജുനന് ഉപദേശിച്ചു കൊടുക്കുന്നു. ഇത്രയും എളുപ്പമല്ലേ കൂട്ടുകാരെ? ഇത്രയും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ ആൾറെഡി പറയുന്ന അല്ലെ, ഗീത എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ ആൾറെഡി പറഞ്ഞതാണ്. ഗായതേ ഇത് ഗീത എന്നുള്ളത് നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, ഇനി ഈ പറയുന്ന അല്ലെ നമ്മുടെ ഈ ഭഗവത്ഗീതയിൽ അല്ലെ 18 അധ്യായങ്ങളിലായിട്ട് മുഴുവൻ കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? മുന്നോട്ട് പോകുന്നുണ്ട്. ഇനി ജസ്റ്റ് നമുക്ക് അടുത്ത നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാകും അല്ലെ, അവിടെ ഒരു ഫ്ലോ ചാർട്ട് അല്ലെ, കുരുവംശത്തിന്റെ ഒരു ഫ്ലോ ചാർട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകും അല്ലെ. അപ്പോൾ ഇതിൽ നിന്നും കുറച്ചുപേരെ എന്ത് ചെയ്യാം? നമുക്കൊന്ന് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യാം? കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി മുൻപോട്ട് പോകാം. നിങ്ങൾ ഏറ്റവും മുകളിലായിട്ട് അവിടെ നിങ്ങൾ കാണുന്നുണ്ടാവും ആരെയാണ്? ശന്തനു മഹാരാജാവിനെ എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങൾ കാണുന്നുണ്ടാവും കേട്ടോ. കുരുവംശത്തിലെ മഹാരാജാവാണ് ആര്? ശന്തനു എന്ന് പറയുന്ന മഹാരാജാവ്. ഇനി ഞാനൊരു കഥ പറയാം നിങ്ങളോട്. ഓക്കെ, അപ്പൊ ആരെവിടെ നിന്ന് വരുന്നു, എങ്ങനെ വരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഈ ശന്തനു മഹാരാജാവ് ഒരിക്കൽ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നദിക്കരയിലേക്ക് പോകുമ്പോൾ അവിടെ 2 ഭാര്യമാരെ പറയുന്നുണ്ട് അല്ലെ, സത്യവതിയും ഗംഗ എന്ന് പറയുന്ന 2 ഭാര്യമാരെ എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. ശന്തനു മഹാരാജാവ് വിവാഹം ചെയ്ത 2 പേരാണ് ആരൊക്കെ? ഈ പറയുന്ന സത്യവതിയും ഗംഗയും. ഓക്കെ, അപ്പോ അവിടെ നോക്കുക, ശന്തനു മഹാരാജാവ് ഒരിക്കൽ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ നായാട്ടൊക്കെ കഴിഞ്ഞ് അദ്ദേഹം ഇങ്ങനെ ഒരു ആറിന്റെ കരയിലേക്ക് കടന്നു പോകുമ്പോൾ ഒരു നദിക്കരയിൽ അതീവ സുന്ദരിയായിട്ടുള്ള ഒരു യുവതിയെ കാണുന്നു. അറിയാലോ, അന്നത്തെ കാലത്തൊക്കെ രാജാക്കന്മാർക്ക് സുന്ദരികളായിട്ടുള്ള യുവതികളെ കാണുമ്പോൾ എന്ത് ചെയ്യും? ഒരു അനുരാഗം സ്വാഭാവികമായിട്ടും നമ്മുടെ ശന്തനു മഹാരാജാവിന് എന്ത് ചെയ്യുന്നു? ഒരു അനുരാഗം തോന്നുന്നു. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യുന്നു? അത് സത്യത്തിൽ നമ്മുടെ ഗംഗാദേവിയായിരുന്നു കേട്ടോ. ഗംഗാനദിക്കര ഗംഗാദേവിയാണ് സത്യത്തിൽ ആ യുവതിയായിരുന്നത്. അങ്ങനെ ശന്തനു മഹാരാജാവ് എന്ത് ചെയ്യുന്നു? തന്റെ ആ ഒരു ആവശ്യം എന്ത് ചെയ്യുന്നു? ആ യുവതിയോട്, സുന്ദരിയായ യുവതിയോട് ആരായുകയാണ്. എന്നെ വിവാഹം കഴിക്കണമെന്ന് ചോദിക്കുന്ന സമയത്ത് ഗംഗാദേവി ശന്തനു മഹാരാജാവിനോട് എന്ത് ചെയ്യും? ഒരു നിബന്ധന വയ്ക്കും. ഓക്കെ, നിബന്ധന ഇതാണ്: നമ്മുടെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തു കാര്യങ്ങൾ ചെയ്താലും എന്ത് ചെയ്യാൻ പാടില്ല? താങ്കൾ അതൊന്നും എതിർക്കുവാനോ ചോദ്യം ചെയ്യുവാനോ പാടില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ ആ ഒരു നിബന്ധന എന്ത് ചെയ്യുന്നു? പൂർണ്ണ മനസ്സോടെ ആര് അംഗീകരിക്കുന്നു? നമ്മുടെ ഈ പറയുന്ന ശന്തനു മഹാരാജാവ് എന്ത് ചെയ്യുന്നു? അംഗീകരിക്കുന്നു. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യുകയാണ്? നമ്മുടെ ഗംഗാദേവിയും ശന്തനു മഹാരാജാവും വിവാഹം ഒക്കെ കഴിഞ്ഞ് എന്ത് ചെയ്യുന്നു? അവരങ്ങനെ സസുഖം വാഴുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? അധികം വൈകാതെ തന്നെ ഒരു കുട്ടി അദ്ദേഹത്തിന് ഉണ്ടാകുന്നു കേട്ടോ. അപ്പോ നമ്മുടെ ഈ പറയുന്ന ഗംഗാദേവി എന്ത് ചെയ്യുകയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഒന്നാമത് പിറന്ന ആ പുത്രനെ എന്ത് ചെയ്യുന്നു? നദിയിൽ കൊണ്ടുപോയി മുക്കിക്കൊല്ലുകയാണ്. സ്വാഭാവികമായിട്ടും ഒരു പിതാവിനെ സംബന്ധിച്ച് സഹിക്കാൻ പറ്റുന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അല്ല. പക്ഷേ അവിടെ ഒരു നിബന്ധന നിലനിൽക്കുന്നത് കൊണ്ട് അല്ലെ, ശന്തനു മഹാരാജാവിനോട് ഗംഗാദേവി വിവാഹം ചെയ്യുവാൻ വെച്ചിട്ടുള്ള നിബന്ധന ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഞാൻ എന്തു ചെയ്താലും ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? അവിടെ അദ്ദേഹം എന്ത് ചെയ്യുകയാണ്? മിണ്ടാതെ അദ്ദേഹം അത് വിഷമത്തോടു കൂടി മാറി നിന്ന് നോക്കുകയാണ്. ഓക്കെ, വീണ്ടും അധികം വൈകാതെ വീണ്ടും എന്ത് ചെയ്യുകയാണ്? അദ്ദേഹത്തിന് ഒരു പുത്രൻ പിറക്കുന്നു.
അപ്പോഴും എന്ത് തന്നെയാണ്, നമ്മുടെ ഗംഗാദേവി നേരെ പോകുന്നു, നദിയിൽ എന്ത് ചെയ്യുന്നു, ആ പുത്രനെയും എന്ത് ചെയ്യുന്നു, മുക്കിക്കൊല്ലുന്നു. ഇങ്ങനെ 7 കുട്ടികൾ അവർക്കുണ്ടാകുന്നു. 7 കുട്ടികളെ എന്ത് ചെയ്യുകയാണ്, ഒരേ രീതിക്ക് തന്നെ എന്ത് ചെയ്യുന്നു, ഗംഗാദേവി നദിയിലേക്ക് പോകുന്നു, മുക്കിക്കൊല്ലുകയും ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ 8ാമതൊരു പുത്രൻ പിറക്കുമ്പോൾ എന്ത് ചെയ്യുകയാണ്, ഇങ്ങനെ ഒരു സെയിം അതേ രീതിക്ക് കടന്നു വരുമ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ശന്തനു മഹാരാജാവ് ഗംഗാദേവിയെ തടഞ്ഞുകൊണ്ട് ചോദിക്കും, എന്തിനാണ് നീ ഇപ്രകാരം ചെയ്യുന്നത് എന്ന് ചോദിക്കും കേട്ടോ. ആ ചോദിക്കുന്ന സമയത്ത് തന്നെ ഗംഗാദേവി പറയും, എന്താണ്, നമ്മൾ തമ്മിലുള്ള നിബന്ധന ഇവിടെ തെറ്റുകയാണ്. അപ്പൊ അങ്ങനെ ഒരു നിബന്ധന തെറ്റിക്കുന്ന മുറയ്ക്ക് ഞാൻ തിരിച്ചു പോകുമെന്ന് പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ഗംഗാദേവി ആ പുത്രനെയുമായിട്ട് എന്ത് ചെയ്യുന്നു, മടങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. ഇതിന് പിന്നില് നമ്മുടെ പുരാണത്തിൽ മറ്റൊരു കഥ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. സത്യത്തില് ഗംഗാദേവി ഒരിക്കലും എന്ത് ചെയ്യുന്നതല്ല, അവരെ കൊല്ലുന്നതല്ല. അതായത് അഷ്ടവസുക്കളുണ്ട് കേട്ടോ, നിങ്ങൾക്ക് അറിയായിരിക്കും. അഷ്ടവസുക്കള് ഒരിക്കലും ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുകയാണ്, നമ്മുടെ വസിഷ്ഠ മഹർഷിയുടെ നമ്മുടെ ആശ്രമം കാണുകയാണ് കേട്ടോ. അപ്പോൾ വസിഷ്ഠ മഹർഷിയുടെ അവിടെ ഇവിടെ ആ ഒരു നന്ദിനി പശുവൊക്കെ നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇവര് ആ കാമധേനു അവരെ കണ്ടിട്ട് എന്ത് ചെയ്യും, മോഷ്ടിക്കും. അപ്പോൾ ഈ മോഷ്ടിക്കുന്ന സമയത്ത് ധ്യാനദൃഷ്ടിയിലൂടെ മനസ്സിലാക്കുന്ന വസിഷ്ഠ മഹർഷി എന്ത് ചെയ്യും, ഈ അഷ്ടവസുക്കൾ എന്ത് ചെയ്യും, ശപിക്കും കേട്ടോ. അപ്പൊ ശപിക്കുന്ന സമയത്ത് എന്താണ് പറയുന്നത്, അവര് മനുഷ്യരായിട്ട് ഭൂമിയിൽ പിറക്കട്ടെ എന്നും അങ്ങനെ. അപ്പൊ അതിന് പറയുന്ന സമയത്ത് പ്രഭാസൻ എന്ന് പറയുന്ന ഒരു അഷ്ടവസ്തു ഒഴികെ ബാക്കി എല്ലാവരും എന്ത് ചെയ്യട്ടെ, അങ്ങനെ ഒരു ഭൂമിയിൽ പിറന്ന് മരിക്കുന്ന സമയത്ത് അവർക്ക് മോക്ഷം കിട്ടട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇത് ചെയ്യുന്ന സമയത്ത് പ്രഭാസൻ മാത്രം കുറച്ചധികം നാൾ ഭൂമിയിൽ ജീവിച്ച് മരിക്കേണ്ടതായിട്ട് വരുമെന്ന് ഒരു പറയുകയുണ്ടായി. അപ്പൊ അത്തരത്തിലുള്ള ആ അഷ്ടവസുക്കൾക്ക് എന്തു ചെയ്തതാണ്, ശാപമോക്ഷം നൽകുകയാണ് എന്ത് ചെയ്തത്, ഗംഗാദേവി ഈ പറയുന്ന കുഞ്ഞുങ്ങളെ ആ ഒരു നദിയിൽ മുക്കിക്കൊല്ലുക വഴി ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോ അവസാനം എന്ത് ചെയ്യുന്നു, ശന്തനു മഹാരാജാവ് ഈ കഥയൊക്കെ തിരിച്ചറിയും. അപ്പോ നമ്മുടെ ഈ പറയുന്ന അല്ലെ പ്രഭാസൻ എന്ന് പറയുന്ന ഒരു വസ്തു ഉണ്ടല്ലോ, അദ്ദേഹത്തിനെയാണല്ലോ നമ്മുടെ ഗംഗാദേവി കൂടെ കൊണ്ടുപോകുന്നത്. അപ്പൊ ഗംഗാദേവി പറയും, യൗവനയുക്തനാവുന്ന സമയത്ത് അല്ലെ, കുറച്ചുകൂടെ യൗവനം കുറച്ചുകൂടെ വളരുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ പുത്രനെ ഞാൻ എന്ത് ചെയ്യും, താങ്കൾക്ക് തിരിച്ചു നൽകുമെന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഗംഗാദേവി ശന്തനു മഹാരാജാവിന് വാക്ക് നൽകുന്നുണ്ട്. ഇനി അവിടെ ശ്രദ്ധിക്കുക, ആ പുത്രന്റെ പേരാണ് ദേവവ്രതൻ കേട്ടോ. ആ പുത്രന്റെ പേരാണ് എന്ത്, ദേവവ്രതൻ. ഒരുപക്ഷെ ഞാൻ ഈ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ വഴി കാണത്തില്ല, കുറച്ചു പേർക്ക് അറിയാമായിരിക്കും. പക്ഷേ ഇനി ഒരു കഥ കൂടെ നിങ്ങൾക്ക് പറഞ്ഞു വരുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ആളിനെ പിടികിട്ടും. ഓക്കെ അല്ലേ? ഇനി ഈ ദേവവ്രതന്റെ കാര്യവും ഈ ഫ്ലോ ചാർട്ടും ഒക്കെ ഇവിടെ പറയാൻ ഒന്നാമത്തെ കാരണം, ഞാൻ പറയുന്ന ഈ KDRBയുടെ അല്ലെ നമ്മുടെ ദേവസ്വം ബോർഡിന്റെ പ്രീവിയസ് ചോദ്യത്തിലെ ഒരു ചോദ്യം ഈ പറയുന്ന ദേവവ്രതനുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ പ്രീവിയസ് ചോദ്യം വിശകലനം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത് മനസ്സിലാകും. ഈ പറയുന്ന ദേവവ്രതന്റെ മറ്റൊരു പേര് അല്ലെ, അല്ലെങ്കിൽ ആ പറയുന്ന ഞാനൊരു പുള്ളിക്കാരന്റെ പേര് പറയാം, അദ്ദേഹത്തിന്റെ പേര് ഈ പറയുന്ന ദേവവ്രതൻ, ബാക്കി 3 ഓപ്ഷൻ കൂടെ ദേവനിലൊക്കെ തുടങ്ങുന്ന പേരുകളാണ്. അത് തന്നിട്ട് തിരഞ്ഞെടുക്കാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ നോക്കിക്കോളുക. അങ്ങനെ ആ ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, യൗവനയുക്തനാവുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന നമ്മുടെ ദേവവ്രതനെ ഗംഗാദേവി ആർക്ക് നൽകുന്നു, നമ്മുടെ ഈ ശന്തനുവിന് തിരിച്ചു നൽകുന്നു. അങ്ങനെ വീണ്ടും എന്ത് ചെയ്യുന്നു, ശന്തനു മഹാരാജാവ് അങ്ങനെ യാത്ര ചെയ്യുന്ന ഒരു സമയത്ത് എന്ത് ചെയ്യുന്നു, നമ്മുടെ ഒരു ദാസരാജൻ എന്ന് പറയുന്ന ഒരു ആളിന്റെ പുത്രിയുണ്ട് കേട്ടോ. അവരാണ് ആ ആളാണ് സത്യവതി. നേരെ ഇടതുവശത്ത് നിങ്ങൾ കാണുന്ന സത്യവതി. ഓക്കെ, അങ്ങനെ കാണുന്ന സമയത്ത് വീണ്ടും എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ശന്തനു മഹാരാജാവ് അനുരാഗവിക്തനായിട്ട് എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തോട് തന്റെ മകളെ കല്യാണം കഴിച്ചു തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോ അദ്ദേഹം ഒരു നിബന്ധന, നമ്മുടെ ഗംഗാദേവി ശന്തനു മഹാരാജാവുമായിട്ട് നിബന്ധന വെച്ചതുപോലെ അടുത്ത നിബന്ധന ആര് പറയുകയാണ്, ഈ പറയുന്ന സത്യവതിയുടെ അച്ഛൻ എന്ത് ചെയ്യുന്നു, ശന്തനു മഹാരാജാവിനോട് പറയുകയാണ്. ഓക്കെ, നിബന്ധന ഇത്രയേ ഉള്ളൂ. അതായത് സത്യവതിയിൽ ഉണ്ടാകുന്ന മകനെ എന്ത് ചെയ്യണം, രാജാവായിട്ട് വാഴിക്കണം, എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുകയുള്ളൂ, എന്റെ മകളെ നിങ്ങൾക്ക് വിവാഹം ചെയ്ത് നൽകുവാൻ പറ്റുള്ളൂ എന്ന് പറയുകയാണ്. അപ്പോ നമ്മുടെ ഈ പറയുന്ന ദേവവ്രതനെ എന്ത് ചെയ്യാം, രാജാവായിട്ട് വാഴിക്കാമെന്ന് മനസ്സാൽ എന്ത് ചെയ്തു കഴിഞ്ഞു, നിശ്ചയിച്ചു കഴിഞ്ഞ ശന്തനു മഹാരാജാവിന് അതുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, ഇത് സാധിക്കില്ല എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യുകയാണ്, അദ്ദേഹം മടങ്ങിപ്പോവുകയാണ്. അങ്ങനെ ഇദ്ദേഹം വിഷമ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന മനസ്സിലാക്കുന്ന ദേവവ്രതൻ കാര്യം അന്വേഷിക്കുകയും അവസാനം അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന സത്യവതിയുടെ മുന്നിലേക്ക് എന്ത് ചെയ്യുന്നു, സത്യവതിയുടെ അച്ഛന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുകയും അദ്ദേഹത്തോട് പറയുന്നു, എന്താണ്, ഒരിക്കലും ഞാൻ എന്ത് ചെയ്യത്തില്ല, രാജാവാകുകയില്ല എന്ന് എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിന് വാക്ക് കൊടുക്കുന്നു. ഓക്കെ, അങ്ങനെ വാക്ക് കൊടുക്കുന്ന സമയത്ത് സത്യവതിയുടെ അച്ഛനായിട്ടുള്ള അല്ലെ ആ ദാസരാജൻ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, താങ്കൾ വാക്ക് നൽകിയിരുന്നാലും താങ്കൾക്കുണ്ടാകുന്ന മക്കൾ എന്ത് ചെയ്യാം, ഒരുപക്ഷെ ഈ വാക്ക് ശപഥം തെറ്റിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോ അദ്ദേഹം എന്ത് ചെയ്യുന്നു, സ്വന്തം അച്ഛന് പിതാവിന് വേണ്ടിയിട്ട് അദ്ദേഹം അവിടെ ഒരു ശപഥം എടുക്കുകയാണ്. എന്ത് ചെയ്യുന്നു, ജീവിതകാലം മുഴുവൻ തന്റെ പിതാവിന് വേണ്ടിയിട്ട് എന്തു ചെയ്യാം, ബ്രഹ്മചാരിയായിട്ട് കഴിഞ്ഞുകൊള്ളാമെന്നും താൻ ജീവിതത്തിൽ ഒരിക്കലും വിവാഹം കഴിക്കില്ല എന്നും ആർക്ക് വാക്ക് കൊടുക്കുന്നു, സത്യവതിയുടെ അച്ഛന് വാക്ക് കൊടുക്കുന്നു. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യുന്നു, ദാസരാജൻ എന്ത് ചെയ്യുകയാണ്, സത്യവതി ആർക്ക് വിവാഹം കഴിച്ചു കൊടുക്കുന്നു, ശന്തനു മഹാരാജാവിന് വിവാഹം കഴിച്ചു കൊടുക്കുന്നു.
അങ്ങനെ ഈ വിവാഹം നടക്കുന്ന സമയത്ത് ഇതറിയുന്ന ശന്തനു മഹാരാജാവ് എന്ത് ചെയ്യുന്നു? അല്ലെ, ഇത്രയും ഒരു കഠിന ശപഥമെടുത്ത്, അതാണ് ഭീഷ്മ ശപഥം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആളിനെ പിടികിട്ടിട്ടുണ്ടായിരിക്കും. ഭീഷ്മരുടെ മറ്റൊരു പേരാണ് എന്ത്? ഈ പറയുന്ന ദേവവ്രതൻ. ഓക്കെ, തന്റെ അച്ഛന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ചോദ്യമാണ് ഭീഷ്മരുടെ മറ്റൊരു പേര്, താഴെ കൊടുത്തിരിക്കുന്നത് മറ്റൊരു പേര് എന്താണെന്നുള്ളത് ദേവവ്രതനായിരുന്നു, ഓപ്ഷനിൽ ഉണ്ടായിരുന്നു. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യുന്നു? അങ്ങനെ ആ ഒരു വിവാഹമൊക്കെ എന്ത് ചെയ്യുന്നു? അങ്ങനെ കഴിക്കുന്നു. ഓക്കെ, അങ്ങനെ ശന്തനു മഹാരാജാവിന് അല്ലെ സത്യവതിയിൽ ഉണ്ടാകുന്ന മക്കളാണ് ആര്? വിചിത്രവീരനും പിന്നെ ആരാണ്? ചിത്രാംഗതനും. ഓക്കെ, അപ്പോ ശന്തനു മഹാരാജാവിന് സത്യവതിയിൽ ഉണ്ടാകുന്ന മക്കളാണ് ആര്? വിചിത്രവീരനും ചിത്രാംഗതനും. അതുപോലെ നമ്മുടെ പരാശര മുനിക്ക് സത്യവതിയിൽ ഉണ്ടാകുന്ന പുത്രനാണ് നമ്മൾ ഈ പറയുന്ന വേദവ്യാസ മഹർഷി കേട്ടോ. അപ്പോൾ പരാശര മുനിക്ക് എന്ത് ചെയ്യുന്നുണ്ട്? സത്യവതിയിൽ ഒരു പുത്രനുണ്ട്, അതാണ് എന്താ? വേദവ്യാസൻ എന്ന് പറയുന്നത്. നമ്മുടെ ശന്തനു മഹാരാജാവിന് സത്യവതിയിൽ ഉണ്ടായ മക്കളാണ് ആരൊക്കെ? വിചിത്രവീരനും ചിത്രാംഗതനും. ഓക്കെ, ഇനി നമ്മൾ ഈ പറയുന്ന ഇതിലല്ലേ, അപ്പോൾ ഭീഷ്മർ എന്ത് ചെയ്യുന്നുണ്ട്? കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പോകുന്നുണ്ട്. അങ്ങനെ ഈ പറയുന്ന ശന്തനു മഹാരാജാവിന് സത്യവതിയിൽ ഉണ്ടായ വിചിത്രവീരനും ചിത്രാംഗതനും എന്ത് ചെയ്യുന്നുണ്ട്? ചിത്രാംഗതനും വിവാഹപ്രായമാകുന്ന സമയത്ത് ഇദ്ദേഹം അംബ, അംബിക, അംബാലിക എന്നുള്ള 3 പേര് എന്ത് ചെയ്യുന്നുണ്ട്? അവർക്ക് കല്യാണം കഴിക്കുവാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹം മറ്റൊരു രാജ്യത്തിൽ നിന്നും ഇവരെ കടത്തിക്കൊണ്ടുവരും കേട്ടോ. അങ്ങനെ കടത്തിക്കൊണ്ടുവരുന്ന സമയത്ത് ഇതിൽ നമ്മുടെ അംബ ഉണ്ടല്ലോ, അംബ അദ്ദേഹത്തിനോട് പറയും, എനിക്ക് മറ്റൊരാളുമായി പ്രണയത്തിലാണ്, അതുകൊണ്ട് എന്നെ എന്തു ചെയ്യണം? വിടണമെന്ന് പറയുകയും അങ്ങനെ അംബികയും അംബാലികയും എന്തു ചെയ്യും? അവിടെ നമ്മുടെ ചിത്രാംഗതൻ അല്ലെ അവിടെ വിവാഹം ചെയ്ത് നൽകുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ അംബ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ചെന്ത് ചെയ്യും? രാജ്യത്തെത്തി തന്റെ കാമുകന്റെ അല്ലെ അദ്ദേഹത്തിന് അടുത്തേക്ക് എത്തുമ്പോൾ ഇങ്ങനെ ഭീഷ്മർ കടത്തിക്കൊണ്ടുപോയത് ആയതുകൊണ്ട് അവിടെ ഒരു കാര്യം ചെയ്യുക, അദ്ദേഹം എന്ത് ചെയ്യും? ഈ നമ്മുടെ ഈ പറയുന്ന അംബയെ ഉപേക്ഷിക്കും. അങ്ങനെ അംബ വീണ്ടും തിരിച്ച് ഭീഷ്മരുടെ അടുത്ത് എത്തിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? വിവാഹ അഭ്യർത്ഥന നടത്തുന്നുണ്ട്. തന്നെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? വിവാഹ അഭ്യർത്ഥന നടത്തുന്നുണ്ട്. പക്ഷേ താൻ ഭീഷ്മ ശപഥം ചെയ്തത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഭീഷ്മ ശപഥം ചെയ്തതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തില്ല? എനിക്ക് തന്നെ വിവാഹം കഴിക്കാൻ സാധിക്കില്ല എന്ന് പറയുകയും അങ്ങനെ അംബ എന്ത് ചെയ്യാറുണ്ട്? ആത്മഹത്യ ചെയ്യുകയും പിൽക്കാലത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഇദ്ദേഹത്തെ വധിക്കണം എന്നുള്ള ലക്ഷ്യവുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ശിഖണ്ഡിയായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പുനർജനിക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, മഹാഭാരത യുദ്ധത്തിലൊക്കെ നിങ്ങൾ കഥ കേട്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ശിഖണ്ഡിയെ മുൻനിർത്തിയാണ് എന്ത് ചെയ്യുന്നത്? അർജുനൻ എന്ത് ചെയ്യുന്നത്? യുദ്ധം നയിച്ച് ഭീഷ്മരെ എന്ത് ചെയ്യുന്നത്? വധിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന ഭീഷ്മ ശപഥം എടുക്കുന്നതുകൊണ്ട് തന്നെ ശന്തനു മഹാരാജാവ് നൽകുന്ന ഒരു അനുഗ്രഹം അല്ലെ, അദ്ദേഹത്തിനുള്ള ഒരു അനുഗ്രഹമാണ്, എപ്പോഴാണോ ഭീഷ്മർ സ്വയം വിചാരിക്കുന്നത് അപ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? അദ്ദേഹത്തിന് മൃത്യു സംഭവിക്കുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ മഹാഭാരത യുദ്ധത്തിൽ ആദ്യമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അർജുനന് സമാസമമായിട്ട് നിന്നുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഭീഷ്മര് വളരെ ഭംഗിയായിട്ട് യുദ്ധം ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഈ പറയുന്ന നമ്മുടെ അടുത്ത വിചിത്രവീരൻ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഈ പറയുന്ന വിചിത്രവീരനാണ് അംബികയും അംബാലികയും കല്യാണം കഴിക്കുന്നത്. ചിത്രാംഗതൻ മറ്റൊരു ഗന്ധർവനാൽ എന്ത് ചെയ്യുന്നുണ്ട്? വധിക്കപ്പെടുന്നുണ്ട്. പിന്നീട് എന്ത് ചെയ്യുന്നു? വിചിത്രവീരനും എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സന്ദർഭത്തിൽ മരിക്കുകയും അങ്ങനെ ഈ ഒരു കുരുവംശം അനാഥമാവുകയും ചെയ്യുമെന്നുള്ള ഒരു സന്ദർഭം വരുന്നുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് എന്തു ചെയ്യും? അമ്മയായിട്ടുള്ള സത്യവതി എന്ത് ചെയ്യുന്നുണ്ട്? ഭീഷ്മരോട് ഈ പറയുന്ന അംബികയും അംബാലികയും എന്ത് ചെയ്യും? വിവാഹം കഴിക്കുമോ എന്ന് വീണ്ടും എന്ത് ചെയ്യുന്നു? ഒരു ആവശ്യം ഉന്നയിക്കുമ്പോൾ ഈ പറയുന്ന ഭീഷ്മർ ഈ സെയിം ആ ഒരു ശപഥം ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ അതൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, തനിക്കത് മുറിപ്പെടുത്താൻ സാധിക്കില്ല എന്നും, പിന്നെ നമ്മുടെ എന്താണ് നമ്മൾ ആ പറയുന്ന സത്യവതിയുടെയും മറ്റൊരു പരാശരമുനിയിലുണ്ടായ വേദവ്യാസ മഹർഷിക്ക് എന്ത് ചെയ്യാം? അങ്ങനെ ആ ഒരു സമ്മതപ്രകാരം എന്ത് ചെയ്യുന്നു? അങ്ങനെ അദ്ദേഹം വിവാഹം കഴിക്കുക. അദ്ദേഹത്തിന് അവരിൽ ഉണ്ടാകുന്ന മക്കളാണ് ആരൊക്കെ? ഈ പറയുന്ന ധൃതരാഷ്ട്രരും പാണ്ഡുവും. ഓക്കെ, നമുക്കറിയാം ധൃതരാഷ്ട്രർക്ക് എന്ത് ചെയ്യുന്നില്ല? കണ്ണു കാണാൻ സാധിക്കത്തില്ല. ഓക്കെ, പാണ്ഡു എന്ത് ചെയ്യുന്നുണ്ട്? ഈ ധൃതരാഷ്ട്രയുടെ സഹോദരനാണ്. ഈ പറയുന്ന പാണ്ഡുവിന്റെ മക്കളാണ് എന്ത്? പഞ്ചപാണ്ഡവന്മാര്. പിന്നെ നമ്മൾ ഈ പറയുന്ന ആരാണ്? ധൃതരാഷ്ട്രയുടെ മക്കളാണ് ആരൊക്കെ? നമ്മൾ ഈ പറയുന്ന ദുര്യോധന, ദുശ്ശല തുടങ്ങിയല്ലേ ബാക്കി ആ ഒരു 101 കൗരവപ്പട ആരുടെ മക്കളാണ്? ഈ പറയുന്ന ധൃതരാഷ്ട്രർക്കും ഗാന്ധാരിയിൽ ഉണ്ടാകുന്ന മക്കളാണ്. പാണ്ഡുവിന് കുന്തിയിൽ ഉണ്ടാകുന്ന മക്കളാണ് ആരൊക്കെ? ഈ പറയുന്ന നമ്മുടെ പാണ്ഡുവിന് കുന്തിയിൽ ഉണ്ടാകുന്ന മക്കളാണ് യുധിഷ്ഠിരനും ഭീമനും അർജുനനും. അതുപോലെ പാണ്ഡു വിവാഹം കഴിക്കുന്ന 2 പേരെ വിവാഹം കഴിക്കും. മാദ്രിയിൽ ഉണ്ടാകുന്ന മക്കളാണ് ആരൊക്കെ? നകുലനും സഹദേവനും. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടെ നിങ്ങൾ ജസ്റ്റ് ആ ഒരു ഫ്ലോ ചാർട്ട് ഇപ്പൊ ഏകദേശം നിങ്ങൾക്ക് ഒരു രൂപരേഖ കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. കുരുവംശത്തിന്റെ അല്ലെ ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞു ശന്തനു മഹാരാജാവാണ്. അദ്ദേഹത്തിന് ഗംഗാദേവിയിൽ ഉണ്ടായ പുത്രനാണ് ആര്? ഈ പറയുന്ന ദേവവ്രതൻ.
ആ ഒരു ചോദ്യം ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ജസ്റ്റ് ആ ഒരു ഫ്ലോ ചാർട്ട് വെച്ച് ബാക്കി കാര്യങ്ങൾ കൂടെ നിങ്ങൾക്ക് പറഞ്ഞു പോകുന്നത്. ഒരു മാർക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കണം അവിടെ. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞു പരാശര മുനിക്ക് ആരിലുണ്ടായതാണ്, സത്യവതിയിൽ ഉണ്ടായ പുത്രനാണ് ആര്, വേദവ്യാസൻ. കറുത്ത നിറത്തിൽ ദ്വീപിൽ ജനിച്ചത് കൊണ്ട് കൃഷ്ണദ്വൈപായൻ എന്നുള്ള പേരും, വേദങ്ങളെ പകുത്തത് കൊണ്ട് വേദവ്യാസൻ എന്നുള്ള പേരും കിട്ടി. ഓക്കെ, പിന്നെ സ്വന്തം പിതാവിന് വേണ്ടിയിട്ട് അല്ലെ ജീവിതകാലം മുഴുവൻ ബ്രഹ്മചര്യം അനുഷ്ഠിക്കാനായിട്ട് അത്തരത്തിലൊരു ശബ്ദം എടുത്തതുകൊണ്ട് എന്ത് ചെയ്യുന്നു, അനുഗ്രഹം എപ്പോഴാണ് ആഗ്രഹിക്കുന്നത് അന്ന് മാത്രമേ എന്ത് ചെയ്യൂ, മരണം വരിക്കൂ എന്നുള്ള ഒരു അനുഗ്രഹം ലഭിച്ച വ്യക്തിയാണ് ഭീഷ്മര്. ഭീഷ്മ ശബ്ദം അത്രയും ഉദ്വിഗ്രമായിട്ടുള്ള ഒരു ശബ്ദം എടുത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന് ദേവവ്രതന ഭീഷ്മൻ എന്നുള്ള പേര് കിട്ടിയത്. ഓക്കെ, പിന്നെ നമ്മൾ അവിടെ പറഞ്ഞതുപോലെ അല്ലെ, ധൃതരാഷ്ട്രർക്ക് ഗാന്ധാരിയിലുണ്ടായ മക്കളാണ് ആരൊക്കെ, ഈ പറയുന്ന 101 കൗരവന്മാരും. പിന്നെ നമ്മുടെ പാണ്ഡുവിന് കുന്തിയിലുണ്ടായ മക്കളാണ് ആരൊക്കെ, യുധിഷ്ഠിരനും ഭീമനും അർജുനനും. അതുപോലെ മാദ്രിയിൽ ഉണ്ടായ കുട്ടികളാണ് ആരൊക്കെ, നകുലനും സഹദേവനും. അപ്പൊ ഈ ഒരു ഭാഗം ഓക്കെ ആണല്ലോ.